ഹലോ ഓൾ, HSST ബോട്ടണി എക്സാമിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. റിവിഷൻ ക്ലാസ്സുകൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുകയാണ്. ഓക്കെ, ഇപ്പം നമ്മളൊരു മൊഡ്യൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾക്കൊള്ളിക്കും. അതെല്ലാം നിങ്ങൾ ഫെമിലിയർ ആയിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് നമ്മൾ പാത്തോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വിട്ടുപോയത് നമ്മൾ പതിയെ പതിയെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയാം നമ്മുടെ എക്സാം ആവാനായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദി മെയിൻ എയിം ഓഫ് ഡിസീസ് മാനേജ്മെന്റ്. First question. The concept of disease triangle was proposed to explain. എന്താണ് ഇതിൽ വരുന്നത്? ഏതൊക്കെ ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്? ഹോസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട്, ഡിസീസ് എപ്പിഡെമിയോളജി ഉണ്ട്, ഇന്ററാക്ഷൻ ഓഫ് ഹോസ്റ്റ് പാത്തജൻ ആൻഡ് എൻവയോൺമെന്റ്, പാത്തജൻ ലൈഫ് സൈക്കിൾ. നമുക്ക് ക്ലിയർ ആണല്ലേ എന്താ അതിന്റെ ആൻസർ? ഇന്ററാക്ഷൻ ഓഫ് ഹോസ്റ്റ് പാത്തജൻ ആൻഡ് എൻവയോൺമെന്റ്. ഇന്ററാക്ഷൻ ഓഫ് ഹോസ്റ്റ് പാത്തജൻ ആൻഡ് എൻവയോൺമെന്റ് ആണ് ഡിസീസ് ട്രയാങ്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഫാദർ ഓഫ് മോഡേൺ പ്ലാന്റ് പാത്തോളജി. ആരാണ് ഫാദർ ഓഫ് മോഡേൺ പ്ലാന്റ് പാത്തോളജി? ആന്റൺ ഡി ബാറി കൊടുത്തിട്ടുണ്ട്, റോബർട്ട് കോച്ച്, ലൂയിസ് പാസ്റ്റർ, എഡ്വേർഡ് ജെന്നർ. ദി ആൻസർ ഈസ് ആന്റൺ ഡി ബാറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോച്ച് പോസ്റ്റുലേറ്റ് ആർ യൂസ്ഡ് ടു. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കോച്ച് പോസ്റ്റുലേറ്റ്? ഓപ്ഷൻസ് വായിച്ച് നോക്കിക്കേ. ഐഡന്റിഫൈ വെക്ടേഴ്സ്, പ്രൂവ് പാത്തോജെനിസിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ്, സ്റ്റഡി സിംറ്റംസ്, ക്ലാസിഫൈ ഫംജൈ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്രൂവ് പാത്തോജെനിസിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം. പ്രൂവ് പാത്തോജെനിസിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം ആണ് കോച്ച് പോസ്റ്റുലേറ്റ് പറയുന്നത്. അടുത്തത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബയോട്ടിക് ഏജന്റ്. വളരെ എളുപ്പമാണല്ലേ. ഇതിൽ ബയോട്ടിക് ഏജന്റ് അല്ലാത്തത് ഏതാണ്? ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസി ആണ്. ഓക്കെ. അടുത്തത്. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആർ ഓൾസോ കോൾഡ്. എന്താണ്? ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആർ ഓൾസോ കോൾഡ് ആസ് ബയോട്രോപ്സ്. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആർ ഓൾസോ കോൾഡ് ആസ് ബയോട്രോപ്സ്. നെക്സ്റ്റ്. നെക്രോട്രോപ്സ് ഡിഫർ ഫ്രം ബയോട്രോപ്സ് ബിക്കോസ് ദേ. ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും? ബിക്കോസ് ദേ കിൽ ഹോസ്റ്റ് ടിഷ്യൂ ആൻഡ് ഫീഡ്. ബിക്കോസ് ദേ കിൽ ഹോസ്റ്റ് ടിഷ്യൂ ആൻഡ് ഫീഡ്. അടുത്തത്. എക്സാമ്പിൾ ഓഫ് എ ഫംഗൽ ഡിസീസ്. ഈ കൊടുത്തിരിക്കുന്നതൊന്നും ഫംഗൽ ഡിസീസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഏതാ? വളരെ എളുപ്പമാണല്ലേ. റെസ്റ്റ് ഓഫ് വീറ്റ് ആണ്. റെസ്റ്റ് ആണ് ഫംഗൽ ഡിസീസ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയായിരിക്കും? സിട്രസ് കാങ്കർ ബാക്ടീരിയൽ ഡിസീസ് ആണ്. ടുബാക്കോ മൊസൈക്ക് ഏതാണ്? ഇതൊരു ഒരു വൈറൽ ഡിസീസ് ആണ് അല്ലേ. ഓക്കെ. അടുത്തത്. സിട്രസ് കാങ്കർ ഈസ് കോസ്ഡ് ബൈ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. സിട്രസ് കാങ്കർ ഏതാണ്? അത് ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. നെക്സ്റ്റ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ടുബാക്കോ മൊസൈക്ക് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ. ഏതായിരിക്കും? വൈറസ് ആണ്. അടുത്ത്. ലിറ്റിൽ ലീഫ് ഡിസീസ് ഓഫ് ബ്രിഞ്ചാൾ. നേരത്തെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണല്ലേ. അതേതാണ് കോസ് ചെയ്യുന്നത്? ഫൈറ്റോപ്ലാസ്മ. ലിറ്റിൽ ലീഫ് ഡിസീസ് ഓഫ് ബ്രിഞ്ചാൾ ഈസ് കോസ്ഡ് ബൈ ഫൈറ്റോപ്ലാസ്മ. നെക്സ്റ്റ്. യെല്ലോയിങ് ഓഫ് ലീഫ് ഈസ് കോൾഡ്. ഏതാണ്? യെല്ലോയിങ് ഓഫ് ലീഫിന് നമ്മൾ എന്താ പറയാതെ? നമ്മൾ നെക്രോസിസ് എന്നാണ് പറയാം. നമ്മളിപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ തന്നെ ഇനി വരുന്ന വഴിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ. അപ്പൊ യെല്ലോയിങ് ഓഫ് ലീഫ് എന്ന് പറയുന്നത് എന്താണ്? അതാണ് ക്ലോറോസിസ്. ക്ലോറോസിസ് എല്ലാം അറിയുന്നതാണ്, ഈസി ആയിട്ടുള്ളതാണ്, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. അടുത്തത്. ഡെത്ത് ഓഫ് പ്ലാന്റ് ടിഷ്യൂ ഈസ് നോൺ ആസ്. എന്താണ് ഡെത്ത് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ്? നെക്രോസിസ്. എന്തായിരുന്നു ക്ലോറോസിസ്? ക്ലോറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോയിങ് ഓഫ് ലീഫിനെയായിരുന്നു നമ്മൾ ക്ലോറോസിസ് എന്ന് പറയുന്നത്. ഇനി നെക്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ഓഫ് പ്ലാന്റ് ടിഷ്യൂവിനെയാണ് നമ്മൾ നെക്രോസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അടുത്തത്. സഡൻ ഡ്രൈയിങ് ഓഫ് എ പ്ലാന്റ് പാർട്ട്. സഡൻ ഡ്രൈയിങ് ഓഫ് പ്ലാന്റ് പാർട്ട് നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ ബ്ലൈറ്റ് എന്ന് പറയും. ബ്ലൈറ്റ്. അബ്നോർമൽ ഇൻക്രീസ് ഇൻ സെൽ സൈസ് ഈസ് ഹൈപ്പർട്രോഫി. ഓക്കെ. അപ്പം സെൽ സൈസിന്റെ അബ്നോർമൽ ഇൻക്രീസിനെയാണ് നമ്മൾ ഹൈപ്പർട്രോഫി എന്ന് പറയാം. ഹൈപ്പർട്രോഫി. അടുത്തത്. അബ്നോർമൽ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽ. നമ്പർ ഓഫ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഹൈപ്പർപ്ലാസിയ. ഹൈപ്പർപ്ലാസിയ. അപ്പൊ എന്തായിരുന്നു ഹൈപ്പർട്രോഫി ആൻഡ് ഹൈപ്പർപ്ലാസിയുടെ ഡിഫറൻസ്? ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ദി അബ്നോർമൽ ഇൻക്രീസ് ഇൻ ദിസ് സെൽ സൈസ്. എന്തായിരുന്നു ഹൈപ്പർപ്ലാസിയ? ഹൈപ്പർപ്ലാസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ദി അബ്നോർമൽ ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ദി സെൽസ്. ഡിഫറൻസ് മനസ്സിലായല്ലോ. അടുത്തത്. വിച്ച് ഈസ് ആൻ അബയോട്ടിക് കോസ് ഓഫ് പ്ലാന്റ് ഡിസീസ്.
വളരെ ഈസിയാണ് അല്ലെ. ഇതിൽ നിന്ന് അബയോട്ടിക് ഫാക്ടർ എടുത്ത് എഴുതിയാൽ മതി. ഏതാണ്? എക്സസ് സലൈനിറ്റി. അടുത്തത് ഓസോൺ ഇഞ്ചുറി ഇൻ പ്ലാന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്തിന് എക്സാമ്പിൾ ആണ്? അബയോട്ടിക് ഡിസീസിന് എക്സാമ്പിൾ ആണ്. അടുത്തത് ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസി സിംറ്റംസ് ആർ ജനറലി ഇൻഫെക്ഷ്യസ് ആണോ? ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന ഒരു രോഗം അല്ലെങ്കിൽ ഉണ്ടാവുന്ന സിംറ്റം അത് ഇൻഫെക്ഷ്യസ് ആണോ? അല്ല അല്ലെ. അതെന്താണ്? അത് നോൺ ഇൻഫെക്ഷ്യസ് ആണ്. ഓക്കെ. അടുത്തത് A pathogen that can live both as a parasite and a saprophyte is called as എന്ന് നമ്മൾ അതിന് പറയുന്നത് തന്നെ നമ്മൾ facultative parasite എന്നാണ് പറയുന്നത്. ഓക്കെ. A pathogen that can live both as parasite and saprophyte is called as facultative parasite. Next, the sequence of events in a disease development is called as disease cycle. ഒരു ഡിസീസ് ഡെവലപ്മെന്റിലുള്ള സീക്വൻസ് ഓഫ് ഇവന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസീസ് സൈക്കിൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈമറി ഇനോക്കുലം. പ്രൈമറി ഇനോക്കുലം ഈസ് എന്താണ്? വിച്ച് ഈസ് ദി ഇനീഷ്യൽ സോഴ്സ് കോസിങ് ഫസ്റ്റ് ഇൻഫെക്ഷൻ. ഓക്കെ. ഫസ്റ്റ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന ഒരു ഇനീഷ്യൽ സോഴ്സിനെയാണ് നമ്മൾ പ്രൈമറി ഇനോക്കുലം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡറി ഇനോക്കുലം മെയിൻലി കോസസ്. എന്താണ് സെക്കൻഡറി ഇനോക്കുലം മെയിൻലി കോസസ്? സോറി. ഓക്കെ. സെക്കൻഡറി ഇനോക്കുലം മെയിൻലി കോസസ് എന്തായിരിക്കും? റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് ഇൻ ദി സെയിം സീസൺ. ഓക്കെ. റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ ഇൻ സെയിം സീസൺ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് എ മേജർ ഓവർ വിൻറ്ററിങ് സോഴ്സ് ഓഫ് പാത്തജൻ. ഏതാണ് മേജർ ഓവർ വിൻറ്ററിങ് സോഴ്സ് ഓഫ് പാത്തജൻ? അത് ഓപ്ഷൻ ബി സോയിൽ ഡെബ്രിസ് ആണ്. സോയിൽ ഡെബ്രിസ്. അടുത്തത്, സീഡ് ബോൺ ഇൻഫെക്ഷൻ ഹെൽപ്സ് ദി പാത്തജൻ ഇൻ. എന്തിനു വേണ്ടി സഹായിക്കുന്നു? ലോങ് ഡിസ്റ്റൻസ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഓക്കെ. സീഡ് ബോൺ ഇൻഫെക്ഷൻസ് ലോങ് ഡിസ്റ്റൻസ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ടാണ് പാത്തജനെ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത്, അൾട്ടർനേറ്റ് ഹോസ്റ്റ് ഹെൽപ്പ് ഇൻ. എന്തിനെ സഹായിക്കുന്നു? കില്ലിംഗ് ഓഫ് പാത്തജൻ ആണോ? കംപ്ലീറ്റിംഗ് ലൈഫ് സൈക്കിൾ ആണോ? അല്ലെങ്കിൽ പ്രിവെന്റിംഗ് ഇൻഫെക്ഷൻ ആണോ? ഇൻക്രീസിംഗ് റെസിസ്റ്റൻസ് ആണോ? അൾട്ടർനേറ്റ് ഹോസ്റ്റിന് എന്തിനാണ് സഹായിക്കുന്നത്? ഓക്കെ. എന്തിനാണ്? കംപ്ലീറ്റിംഗ് ലൈഫ് സൈക്കിൾ. ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അൾട്ടർനേറ്റ് ഹോസ്റ്റ് സഹായിക്കുന്നത്. അടുത്തത്, വെക്ടർ ട്രാൻസ്മിഷൻ ഈസ് കോമൺ ഇൻ. ഏതിലായിരിക്കും വെക്ടർ ട്രാൻസ്മിഷൻ കോമൺ ആയിട്ടുള്ളത്? ഫംഗൽ ഡിസീസ് ആണോ? വൈറൽ ഡിസീസ് ആണോ? ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആണോ? അബയോട്ടിക് സ്ട്രെസ് ആണോ? വെക്ടർ ട്രാൻസ്മിഷൻ ഏതിലായിരിക്കും കൂടുതലായിട്ടും കാണുന്നത്? അത് വൈറൽ ഡിസീസിലാണ്. ഓക്കെ. അടുത്തത്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഇൻഫെക്ഷൻ പ്രോസസ്. ഒരു ഇൻഫെക്ഷൻ പ്രോസസ്സിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ? അത് ഇനോക്കുലേഷൻ ആണ്. ഇനോക്കുലേഷൻ. ഓക്കെ. അടുത്തത്, ദി എൻട്രി ഓഫ് പാത്തജൻ ഇൻ ടു ദി ഹോസ്റ്റ്. ഹോസ്റ്റിലേക്കുള്ള പാത്തജന്റെ എൻട്രിയെ നമ്മൾ എന്ത് പറയും? അതിനെ നമ്മൾ പെനട്രേഷൻ എന്ന് പറയും. എന്താണ്? പെനട്രേഷൻ എന്ന് പറയും. സ്പ്രെഡ് ഓഫ് പാത്തജൻ ഇൻസൈഡ് ദി ഹോസ്റ്റ്. ആ ഹോസ്റ്റിനകത്ത് ഇപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെനട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ അത് സ്പ്രെഡ് ചെയ്യണം, ആ പാത്തജൻ സ്പ്രെഡ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് പറയും? കോളനൈസേഷൻ എന്ന് പറയും. കോളനൈസേഷൻ എന്ന് പറയും. അടുത്തത്, പാത്തജൻസ് എൻറ്റർ പ്ലാന്റ്സ് ത്രൂ. പ്ലാന്റ്സിലേക്ക് എങ്ങനെയാണ് പാത്തജൻ എൻറ്റർ ചെയ്യുന്നത്? സ്റ്റൊമാറ്റ, വൂൺസ്, ലെൻഡ് സെൽസ് അല്ലേ? ഇതിലൂടെ എല്ലാം പാത്തജന് ഒരു പ്ലാന്റിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, സെൽ വാൾ ഡിഗ്രേഡിംഗ് എൻസൈംസ് ഇൻക്ലൂഡ്. ഇതിൽ സെൽ വാൾ ഡിഗ്രേഡിംഗ് എൻസൈംസ് ഏതൊക്കെയാണ്? സെൽ വാൾ ഡിഗ്രേഡിംഗ് എൻസൈം ഇതിൽ സെല്ലുലേസ് ആണ്. സെല്ലുലേസ്. ഓക്കെ. അടുത്ത്, പെക്റ്റിനേസ് ഹെൽപ്സ് പാത്തജൻ ബൈ. പെക്റ്റിനേസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബൈ ബ്രേക്കിംഗ് മിഡിൽ ലാമല്ല. അപ്പോൾ പെക്റ്റിനേസ് മിഡിൽ ലാമല്ലേനെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് പെക്റ്റിനേസ്, മിഡിൽ ലാമല്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ സെൽ വാൾ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലുലേസും മിഡിൽ ലാമല്ല ഡിഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെക്റ്റിനേസും. അടുത്തത്, ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ പാത്തജൻസ് ആർ. എന്താണ് അത്? വിച്ച് ഈസ് ഹാംഫുൾ മെറ്റബോളൈറ്റ്സ് ആണ്. ദേ ആർ ഹാംഫുൾ മെറ്റബോളൈറ്റ്സ് ആണ്. അടുത്തത്, ഹോസ്റ്റ് സ്പെസിഫിക് ടോക്സിൻസ് എഫക്ട്. ഹോസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ടോക്സിൻസ് എന്തിനാണ് എഫക്ട് ചെയ്യുന്നത്? അത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഹോസ്റ്റിനെ മാത്രം. ഹോസ്റ്റ് സ്പെസിഫിക് ടോക്സിൻസ് സ്വാഭാവികമായിട്ടും സ്പെസിഫിക് ആയിട്ടുള്ള ഹോസ്റ്റിനെ മാത്രമേ എഫക്ട് ചെയ്യുകയുള്ളൂ. നെക്സ്റ്റ്, എൻസൈം സെക്രീറ്റഡ് ബൈ പാത്തജൻസ് മെയിൻലി ഹെൽപ്പ് ഇൻ. എന്തിനാണ് എൻസൈം സെക്രീറ്റഡ് ബൈ പാത്തജൻ സെക്രീറ്റ് ചെയ്യുന്ന എൻസൈം മെയിനായിട്ടും എന്തിനാണ് സഹായിക്കുന്നത്? പെനട്രേഷൻ ആൻഡ് കോളനൈസേഷൻ. പെനട്രേഷനും കോളനൈസേഷനും വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അടുത്തത്, പ്രീ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറൽ ഡിഫെൻസ്. ഏതൊക്കെയായിരിക്കും പ്രീ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറൽ ഡിഫെൻസ്? ഓൾറെഡി ഉള്ളത് ഏതാണ്? ക്യൂട്ടിക്കിളാണ് അല്ലേ? ക്യൂട്ടിക്കിളാണ് തന്നതിൽ നിന്നും പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഡിഫെൻസ്. അടുത്തത്, ഇൻക്ലൂഡഡ്
സ്ട്രക്ചറൽ ഡിഫെൻസ്. ഇൻഡ്യൂസ്ഡ് സ്ട്രക്ചറൽ ഡിഫെൻസ് ഇതിലേതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും? തിക്യൂട്ടിക്കലാണോ, വാക്സ് ലെയർ ആണോ, ലിഗ്നിഫിക്കേഷൻ ആണോ, സ്റ്റൊമാറ്റയാണോ? ഏതായിരിക്കും ഇൻഡ്യൂസ്ഡ് സ്ട്രക്ചറൽ ഡിഫെൻസ്? ഇൻഡ്യൂസ്ഡ് സ്ട്രക്ചറൽ ഡിഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ലിഗ്നിഫിക്കേഷൻ ആണ്. ഓക്കെ, അടുത്തത് കാലോസ് ഡിപ്പോസിഷൻ ഈസ് ഹെൽപ്സ് ഇൻ. എന്തിനു വേണ്ടിയിട്ടാണ് കാലോസ് ഡിപ്പോസിഷൻ ഹെൽപ്പ് ചെയ്യുന്നത്? ബ്ലോക്കിംഗ് പാത്തജൻ സ്പ്രെഡ്. പാത്തജൻ സ്പ്രെഡ് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കാലോസ് ഡിപ്പോസിഷൻ സഹായിക്കുന്നത്. നെക്സ്റ്റ്, ഫൈറ്റോ എലക്സിൻസ് ആർ ഏതാണ്? സ്ട്രക്ചറൽ ബാരിയേഴ്സ് ആണോ, ആന്റി മൈക്രോബിയൽ കോമ്പൗണ്ട്സ് ആണോ, ന്യൂട്രിയൻസ് ആണോ, എൻസൈംസ് ആണോ? ഫൈറ്റോ എലക്സിൻ എന്ന് പറയുന്നത് ആന്റി മൈക്രോബിയൽ കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ആന്റി മൈക്രോബിയൽ കോമ്പൗണ്ട്സ് ആണ് ഫൈറ്റോ എലക്സിൻ. നെക്സ്റ്റ്, ഫിനോളിക് കോമ്പൗണ്ട്സ് ആക്ട് ആസ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഡിഫെൻസ് കെമിക്കൽ ആയിട്ടാണ്. ഓക്കെ, ഡിഫെൻസ് കെമിക്കൽസ് ആയിട്ടാണ് ഫിനോളിക് കോമ്പൗണ്ട്സ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹൈപ്പർ സെൻസിറ്റീവ് റെസ്പോൺസ് കോസസ് വാട്ട്? ഹൈപ്പർ സെൻസിറ്റീവ് റെസ്പോൺസ് കോസസ് ലോക്കൽ സെൽ ഡെത്ത് ആണ് കോസ് ചെയ്യുന്നത്. സിസ്റ്റമിക് അക്വയർഡ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹോൾ പ്ലാന്റ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഏതാണ്? ഹോൾ പ്ലാന്റ് റെസിസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് കുറച്ച് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അസേർഷൻ എന്ന് പറയുന്നത് എൻസൈംസ് ഹെൽപ്പ് പാത്തജൻസ് ഇൻവേർഡ് ഹോസ്റ്റ്. ഓക്കെ, അതിന്റെ റീസൺ ദേ ഡിഗ്രേഡ് പ്ലാന്റ് സെൽ വാൾ. ഒന്നാമത്തെ അസേർഷൻ എന്തായിരുന്നു? എൻസൈംസ് ഹെൽപ്പ് പാത്തജൻസ് ഇൻവേർഡ് ഹോസ്റ്റിലേക്ക് ഇൻവേർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്തജനെ ഹെൽപ്പ് ചെയ്യുന്നത് എൻസൈംസ് ആണെന്ന് പറയുന്നുണ്ട്. അതിന്റെ റീസൺ ആയിട്ട് ദ ഡിഗ്രേഡ് പ്ലാന്റ് സെൽ വാൾ എന്നും പറയുന്നുണ്ട്. ഇതിലെന്താണ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ശരിയാണ് അല്ലേ? ബോത്ത് ആർ ട്രൂ. ആർ എക്സ്പ്ലെയിൻസ് എ. അതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ്. അടുത്ത നമുക്ക് നോക്കാം അസേർഷൻ. ലിഗ്നിഫിക്കേഷൻ ഈസ് എ ഡിഫെൻസ് മെക്കാനിസം. റീസൺ ഇറ്റ് സ്ട്രെങ്തൻ സെൽ വാൾ. എന്താണ്? ശരിയാണല്ലേ? രണ്ടും ശരിയാണ്. ആർ എന്ന് പറയുന്നത് എനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കറക്റ്റ്. അടുത്തത് ദി മെയിൻ എയിം ഓഫ് ഡിസീസ് മാനേജ്മെന്റ്. എന്താണ് മെയിൻ എയിം ഓഫ് ഡിസീസ് മാനേജ്മെന്റ് തന്നതിൽ? ഡിസീസ് മാനേജ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് വിച്ച് റെഡ്യൂസസ് ഡിസീസ് ഇൻസിഡൻസ് ബിലോ എക്കണോമിക് ത്രഷോൾഡ്. ഓക്കെ, റെഡ്യൂസ് ഡിസീസ് ഇൻസിഡൻസ് ബിലോ എക്കണോമിക് ത്രഷോൾഡ്. അടുത്തത് ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ് ഇൻവോൾവ്സ്. എന്തിലാണ് ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? ഒരു കോമ്പിനേഷൻ ഓഫ് മെത്തേഡ്സ് ആണ്. Okay, which is a combination of methods, not only chemical, not only the biological control, or not only the cultural practice. It is a combination of methods. Okay. അടുത്തത് preventive measures in plant disease control. Preventive measures in plant disease control ഏതാണ്? പ്രൊഫൈലാറ്റിക് ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. പ്രൊഫൈലാറ്റിക്. അടുത്തത് കെമിക്കൽസ് യൂസ്ഡ് ടു കിൽ ഫംജൈ. അതിന് നമ്മൾ എന്ത് പറയും? നമ്മൾ ഫംജിസൈഡ് എന്ന് പറയും. അടുത്തത് ബോഡോ മിക്സ്ചർ ഈസ് എ. എന്താണ്? ഇൻസെക്ടിസൈഡ് ആണോ, ഫംജിസൈഡ് ആണോ, ഹെർബിസൈഡ് ആണോ, ഫെർട്ടിലൈസർ ആണോ? ബോഡോ മിക്സ്ചർ എന്ന് പറയുന്നത് ഒരു ഫംജിസൈഡ് ആണ്. നെക്സ്റ്റ്, ബോഡോ മിക്സ്ചർ കണ്ടെയ്ൻ എന്താണ് ഈ ഓപ്ഷൻസിൽ ആൻസർ ആയിട്ട് വരാം? ബോഡോ മിക്സ്ചർ കണ്ടെയ്ൻ കോപ്പർ സൾഫേറ്റ് ആൻഡ് ലൈം ആണ്. കോപ്പർ സൾഫേറ്റ് ആൻഡ് ലൈം. അടുത്ത ക്വസ്റ്റ്യൻ, സിസ്റ്റമിക് ഫംജിസൈഡ്സ് ആക്ട്സ് ബൈ. എന്താ ആൻസർ വരിക? ഓപ്ഷൻ ബി, എൻറ്ററിങ് പ്ലാന്റ് ടിഷ്യൂ. അടുത്തത് കോണ്ടാക്ട് ഫംജിസൈഡ്സ്. എന്താ കോണ്ടാക്ട് ഫംജിസൈഡ്സ്? ദേ റിമൈൻ ഓൺ ദി പ്ലാന്റ് സർഫസ്. പ്ലാന്റ് സർഫസിലാണ് നമുക്ക് അവരെ കാണാനായിട്ട് പറ്റുക. അടുത്തത് ഓവർ യൂസ് ഓഫ് കെമിക്കൽസ് മേ ലീഡ് ടു വാട്ട്? ലീഡ് ടു ദി ഇൻക്രീസ്ഡ് റെസിസ്റ്റൻസ് അല്ലെ? അവരിൽ പാത്തജൻസിൽ റെസിസ്റ്റൻസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബയോളജിക്കൽ കൺട്രോൾ ഇൻവോൾവ്സ് യൂസ് ഓഫ് കെമിക്കൽസ് ആണോ? അല്ല, യൂസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആണ്. ഈ കോമൺലി യൂസ്ഡ് ബയോ കൺട്രോൾ ഫംഗസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി, ട്രൈക്കോഡേമയാണ്. ബയോ കൺട്രോൾ ഏജൻസ് ആക്ട് ബൈ വിച്ച് ബാക്ടീരിയം ഈസ് യൂസ്ഡ് ആസ് ബയോ കൺട്രോൾ ഏജന്റ്? ഇതാണ് സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ്. അടുത്തത് അഡ്വാൻറ്റേജ് ഓഫ് ബയോളജിക്കൽ കൺട്രോൾസ് വിച്ച് ഈസ് എക്കോ ഫ്രണ്ട്ലി. ഓക്കെ, അത് എക്കോ ഫ്രണ്ട്ലി ആണ്.
Next, plant quarantine aims to prevent the entry of new pathogen. Quarantine is especially important for imported plant materials. Quarantine laws are implemented by government agencies, which is an example of quarantine measures. Destroying infected imports. ഇനി നമുക്ക് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ ഇതാണ്: സിസ്റ്റമിക് ഫംഗിസൈഡ്സ് ആർ മോർ എഫക്റ്റീവ് ഇൻ ഇന്റേണൽ ഇൻഫെക്ഷൻസ്. Reason: they move inside plant tissue. Answer option A ആണ്. Both true. R explains A. അടുത്തത് assertion: biological control is safer than chemical control. Reason: it uses natural organisms. Option A ആണ്. Both true. R explains A. Next കുറച്ച് ഡിസീസ് നോക്കാം. Blast disease of paddy is caused by fungus. ഏതാണ്? മാഗ്നാപോത്തെ ഒറൈസെ ആണ് ബ്ലാസ്റ്റ് ഡിസീസ് ഓഫ് പാഡി കോസ് ചെയ്യുന്നത്. മാഗ്നാപോത്തെ ഒറൈസെ. ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ് ഓഫ് പാഡി ഈസ് കോസ്ഡ് ബൈ Xanthomonas oryzae. Brown spot disease of paddy is caused by option B ഫംഗസ് ആണ്. ഹെൽമിന്തോസ്പോറിയം ഒറൈസെ. ബ്രൗൺ സ്പോട്ട് കോസ് ചെയ്യുന്നത് ഹെൽമിന്തോസ്പോറിയം ഒറൈസെ. നെക്സ്റ്റ്, റൂട്ട് വിൽറ്റ് ഡിസീസ് ഓഫ് കോക്കനട്ട് ഈസ് കോസ്ഡ് ബൈ വൈറസ്. ഏതാണ്? ഫൈറ്റോപ്ലാസ്മ ലൈക്ക് ഓർഗാനിസംസ്. അടുത്തത്, ബഡ് റോട്ട് ഓഫ് കോക്കനട്ട് ഈസ് കോസ്ഡ് ബൈ ഫൈറ്റോഫ്തോറ പാൽമിവോറ. അടുത്തത്, അബ്നോർമൽ ലീഫ് ഫാൾ ഓഫ് റബ്ബർ ഈസ് കോസ്ഡ് ബൈ ഫൈറ്റോഫ്തോറ. പൗഡറി മിൽഡ്യൂ ഓഫ് റബ്ബർ ഈസ് കോസ്ഡ് ബൈ ഫംഗസ്. യെല്ലോ ലീഫ് ഡിസീസ് ഓഫ് അരിക്കനട്ട് ഈസ് ഡ്യൂ ടു virus or phytoplasma. Coli roga or fruit rot of arecanut is caused by Phytophthora ericae. Quick wilt of pepper is caused by Phytophthora capsicum. Pollu disease of pepper is associated with nematode. Pollu disease of pepper is associated with nematode. Soft rot of the fungus Pythium. Bacterial wilt of ginger is caused by Ralstonia solanacearum. Cartier disease of cardamom is caused by virus. Alugal or capsule rot is caused by Phytophthora. Coffee leaf rust is caused by fungus. Hemilia vastatrix. Berry disease of coffee is caused by the fungus Colletotrichum. Berry disease of coffee is caused by the fungus Colletotrichum. Blister blight of tea is caused by Exobasidium vexans. Blister blight of tea is caused by Exobasidium vexans.
Red rust of tea is caused by algae Cephalosporus. Red rust of tea, Cephalosporus. നെക്സ്റ്റ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡിസീസ് പെയറിനെ സെലക്ട് ചെയ്യാനാണ്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻകറക്റ്റ് ഏതാണ്? ടി ബാക്ടീരിയൽ വിൽറ്റ് എന്നുള്ളത് ഇൻകറക്റ്റ് ആണ്. വിച്ച് ഡിസീസ് ഇസ് കോസ്ഡ് ബൈ ആൽഗെ കോസ് ചെയ്യുന്ന ഡിസീസ് ഏതാണ്? റെഡ് റസ്റ്റ് ആണ്. റെഡ് റസ്റ്റ് ഓഫ് ടീ ആണ് ആൽഗെ കോസ് ചെയ്യുന്നത്. റെഡ് റസ്റ്റ് ഓഫ് ടീ. ആൽഗെ, വിച്ച് ആൽഗെ? സെഫാലോറോസ്. വിച്ച് പാത്തജൻ ജീനസ് ഈസ് മോസ്റ്റ് കോമൺ ഇൻ കേരള ക്രോപ്പ് ഡിസീസ്? ഏതാണ് മോസ്റ്റ് കോമൺ? ഫൈറ്റോഫ്തോറയാണ് അല്ലേ. സോ ഫൈറ്റോഫ്തോറയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അപ്പം ഇത്രയാണ് പ്ലാന്റ് പാത്തോളജിയിൽ നമുക്ക് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഇതിലിപ്പോൾ ഞാൻ മാക്സിമം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നീട് വരും ദിവസങ്ങളിൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.